നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യെഖൊന്യാ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യഹൂദയിലും യെരൂശലേമിലുമുള്ള പ്രഭുക്കന്മാരും ശില്പികളും കൊല്ലന്മാരും യെരൂശലേം വിട്ടു പോയ ശേഷം യിരെമ്യാ പ്രവാചകൻ ബദ്ധന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്ന സകല ജനത്തിനും യഹൂദ രാജാവായ സിദെക്കീയാവ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച ഷാഫാന്റെ മകനായ ഏലാസായുടെയും ഹില്ക്കീയാവിന്റെ മകനായ ഗമര്യാവിന്റെയും കൈവശം യെരൂശലേമിൽ നിന്ന് കൊടുത്തയച്ച ലേഖനത്തിലെ വിവരം എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമാറാക്കിയ സകല ബദ്ധന്മാരോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവീൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും ദർശനക്കാരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും എന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. അങ്ങനെയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുകയും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഞങ്ങൾക്ക് ബാബേലിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെക്കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സകല ജനത്തെയും കുറിച്ചും നിങ്ങളോട് പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതെ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ച് എത്രയും ആകാത്തതും തിന്നുകൂടാത്തതും ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും. ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതുവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ ഒരു ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിർണയമാക്കും. പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ പറഞ്ഞയച്ച വചനങ്ങളെ അവർ കേൾക്കായ്ക കൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇടപെടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ യെരൂശലേമിൽ നിന്നും ബാബേലിലേക്ക് അയച്ചിരിക്കുന്ന സകല പ്രവാസികളുമായുള്ളവരെ നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പീൻ. എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്ന കോലായാവിൻ്റെ മകനായ ആഹാബിനെക്കുറിച്ചും മയസയാവിൻ്റെ മകനായ സിദെക്കീയാവെക്കുറിച്ചും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാനവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ കാണുകെ അവൻ അവരെ കൊന്ന് കളയും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രായേലിനെ ഉടനെ ബാബേലിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ഇവിടുന്ന് കൊണ്ടുപോയ സകല ദേവാലയ ഉപകരണങ്ങളും ഉടനെ മടക്കിക്കൊണ്ടുവരുമെന്നും
പ്രവചിച്ച ഹനന്യാവിൻ്റെ ആകസ്മികമായ മരണശിക്ഷയാണ് ഇതിനു മുൻപുള്ള 28-ാം അധ്യായത്തിൽ നാം കണ്ടത്. അതിന് തത്തുല്യമായ 3 പേരുടെ തൽക്ഷണമുള്ള ശിക്ഷയാണ് 29-ാം അധ്യായത്തിലുള്ളത്. അവർ കള്ളപ്രവാചകന്മാരായ ആഹാബ്, സിദക്കിയാവ്, ശമയ്യാവ് എന്നിവരായിരുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് സിദക്കിയ രാജാവ് എലാസിയെയും ശമര്യാവിനെയും ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുത്തേക്ക് അയക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രവാസത്തിലെ പുരോഹിതന്മാർക്കും പ്രവാചകർക്കും സാമാന്യ ജനത്തിനുമായി യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് ഒരു ലേഖനമായി എഴുതി കൊടുത്തയച്ചതാണ്. അതിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: നിങ്ങളോട് തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും വീടുകൾ പണിതു പാർക്കുകയും യുവതി യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ ഇടയാക്കുകയും വേണം. കള്ളപ്രവാചകർ പറയുന്ന പോലെ ഉടനെ ഒരു വിടുതൽ ഉണ്ടാകുകയില്ല. 70 വർഷം കഴിഞ്ഞേ ദൈവം നിങ്ങളെ മടക്കി വരുത്തുകയുള്ളൂ. ഇതാണ് 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലുള്ളത്. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് യഹൂദയിൽ ശേഷിച്ചിരിക്കുന്ന ജനത്തെക്കുറിച്ചാണ്. അവര് മിടുക്കന്മാരാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അവർ ഈ പ്രവാസം കണ്ട് പാഠം പഠിക്കായി കൊണ്ട് ദൈവം അവരെ ക്ഷാമത്തിനും മഹാമാരിക്കും വാളിനും ഏൽപ്പിക്കും. അവരുടെ ജീവിതം നരകതുല്യമായിരിക്കും എന്നാണ്. 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഈ സമയത്ത് ബാബേലിൽ നിന്നുടനെ വിടുതൽ ഉണ്ടാകുമെന്ന് കള്ളപ്രവചനം നടത്തുന്ന ആഹാബ്, സിദക്കിയാവ് എന്നിവരെ നിങ്ങൾ കാണുക, ബാബേൽ രാജാവ് കൊന്ന് തീയിലിട്ട് ചുട്ടുകളയും. അവർ മ്ലേച്ഛമായി ജീവിക്കുകയും കള്ളപ്രവചനം നടത്തുകയും ചെയ്യുകയായിരുന്നു. 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ശമയ്യാവിനെ കുറിച്ചുള്ളതാണ്. യിരെമ്യാവിന്റെ എഴുത്ത് വായിച്ച ശമയ്യാവ് യെരൂശലേമിലെ പുരോഹിതനായ സെഫന്യാവിനും കൂട്ടർക്കും ഒരു കത്തയച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത്, യിരെമ്യാവ് എഴുതി അയച്ച അതെല്ലാം കള്ളമാകയാൽ അവനെ ശാസിക്കണമെന്നും ബാബേൽ പ്രവാസത്തിന് അനുകൂലമായി യെരൂശലേം ദേവാലയത്തിൽ പ്രവചിക്കുന്നവരെ ആമത്തിലിടണമെന്നും ആയിരുന്നു. അവസാന വാക്യങ്ങൾ പറയുന്നത്, സെഫന്യാവ് ഈ കത്ത് യിരെമ്യാവെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് വ്യാജം പ്രവചിച്ച് ജനത്തെ തെറ്റിക്കാൻ ശ്രമിച്ച ശമയ്യാവിനും സന്തതികൾക്കും ഉന്മൂലനാശം സംഭവിക്കും എന്നായിരുന്നു. അതുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്യുന്നതെല്ലാം അത് വളരെ കൃത്യമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ 70 വർഷം പ്രവാസം അനുവദിച്ചത്? ഇസ്രായേൽ മക്കളോട് ദൈവം മോശയുടെ കാലത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ 7-ാം വർഷം ഭൂമി തരിച്ചിടണം, 6-ാം വർഷം ഞാൻ ഇരട്ടി വിളവ് തരും, അതുകൊണ്ട് ഭൂമിക്കൊരു സ്വസ്ഥത കൊടുക്കണം. ശബത്ത് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം, അന്ന് ജോലി ചെയ്യരുത്. 7-ാം വർഷം ഭൂമിക്ക് സ്വസ്ഥത കൊടുക്കും. പക്ഷേ അവര് അത് ചെയ്തില്ല. കനാനിന്റെ ആ ഫലഭൂയിഷ്ടി, ഫലസമൃദ്ധി അതോർത്ത് അവരെന്ത് ചെയ്തു? 7-ാം വർഷവും കൃഷി ചെയ്തു. ഏതാണ്ട് ഇസ്രായേലിൽ നിന്ന് കനാൻ നാട്ടിൽ വന്ന ശേഷം 490 വർഷം കഴിഞ്ഞപ്പോൾ, അപ്പോൾ 490 വർഷത്തിന് 70 വർഷം ദൈവത്തിന് ചെല്ലാനുണ്ട്. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു 70 വർഷം ഇവിടെ ഭൂമി സ്വസ്ഥമായി തരിച്ചായിട്ട് കിടക്കട്ടെ. അപ്പോൾ ദൈവം ചെയ്യുന്ന സകല കാര്യങ്ങളും കണക്കുകൂട്ടി, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടാണ്. ദൈവത്തിന് തെറ്റുപറ്റാറില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുവാൻ, അനുസരിക്കുവാൻ ദൈവം ഏവരെയും ഇതിനാൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.